Dear students, welcome to my class. Today we are going to discuss the fifth chapter of your textbook called Writing for Academic and Professional Success. ഇതിലെ അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The chapter is Vocabulary and Grammar for Academic Writing. Vocabulary and Grammar for Academic Writing. Okay, what is vocabulary? എന്താണ് ഈ vocabulary എന്നാൽ? Okay, and what is grammar? How it is related with academic writing? What are the importance of vocabulary and grammar there in academic writing? എന്താണ് ഈ വൊക്കാബുലറിയുടെയും ഗ്രാമറിൻ്റെയും പ്രാധാന്യം എന്ത്, എവിടെയാണ് അക്കാദമിക് റൈറ്റിങ്ങിൽ? ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു നോ ദ ഡെഫിനിഷൻ ഓഫ് വൊക്കാബുലറി. എന്താണ് വൊക്കാബുലറി? എന്തിനെയാണ് നമ്മൾ വൊക്കാബുലറി എന്ന് വിളിക്കുക? വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് വേർഡ്സ് ഇൻ എ ലാംഗ്വേജ്. ഒരു ഭാഷയിലുള്ള വാക്കുകളുടെ കളക്ഷനെ പറയുന്ന പേരാണ് വൊക്കാബുലറി. ഇത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും കുറേയധികം വാക്കുകൾ ഉൾപ്പെട്ടതായിരിക്കുമല്ലോ ഒരു ഭാഷ. അപ്പോൾ അവിടെ ഈ ഭാഷയിൽ വരുന്ന ആ വാക്കുകളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഗ്രാമർ? എന്താണ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ സിസ്റ്റം ഇൻ ഈച്ച് ആൻഡ് എവറി ലാംഗ്വേജ്. ഏത് ഭാഷയിലും ഒരു രീതിയുണ്ട്. ഓക്കെ, ടു അറേഞ്ച് ദ വൊക്കാബുലറി ഓർ വേർഡ്സ്. അതിലുള്ള വാക്കുകളെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയുണ്ട്. മലയാളത്തിലെ പോലെയല്ല ഇംഗ്ലീഷിലുള്ള വാക്കുകളെ നമ്മൾ അറേഞ്ച് ചെയ്യാം, അറിയാമല്ലോ. അപ്പോൾ ആ രീതിക്ക് വിളിക്കുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഗ്രാമർ. ആ സിസ്റ്റം, ദാറ്റ് സിസ്റ്റം ഈസ് കോൾഡ് ഗ്രാമർ. ഓക്കെ, ഇൻ ഓർഡർ ടു അറേഞ്ച് ദ വേർഡ്സ് ദയർ ഇൻ എ ലാംഗ്വേജ്. ഒരു ഭാഷയിൽ വരുന്ന വാക്കുകളെയൊക്കെ ക്രമത്തിൽ അടുക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട മാർഗം എന്താണോ, ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ദ ഗ്രാമർ ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ആ ഭാഷയിലുള്ള ഗ്രാമർ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇവിടെ ഈ പാഠത്ത് നമ്മൾ പഠിക്കുന്നത് ഓരോ കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് സ്റ്റെപ്പായിട്ടാണ് പഠിക്കുക. ഇവിടെ പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡിറ്റിംഗ് അല്ലെങ്കിൽ റിവൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എന്താണ് അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിവൈസിങ്. എന്താണ് ഈ റിവൈസിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യുനോ, ബിഫോർ ദ സബ്മിഷൻ ഓഫ് എനി അക്കാദമിക് റൈറ്റിംഗ് ലൈക്ക് അസൈൻമെൻറ്റ്സ് പ്രൊജക്റ്റ് വർക്ക്, ഓക്കെ, ഇത്തരത്തിലുള്ള പിന്നെ അസൈൻമെൻറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രൊജക്റ്റ് വർക്കുകളാണെങ്കിലും ബിഫോർ ദ സബ്മിഷൻ ഓഫ് ദോസ് റൈറ്റിങ്സ്, നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഈ വർക്കുകളെ നമ്മൾ ഒന്ന് വായിച്ചു നോക്കണം. എന്തിനാണ് വായിക്കുന്നത്? ഇൻ ഓർഡർ ടു ഫൈൻഡ് വെദർ ദർ ഈസ് എനി കൈൻഡ് ഓഫ് മിസ്റ്റേക്സ്. എന്തിനാണ്? അവിടെ വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ സംസാരം പോലെയല്ല എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംസാരിക്കും വൈൽ വി ആർ ടോക്കിംഗ് സംതിങ്, ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്ക് വി ക്യാൻ മേക്ക് വാട്ട് ദ കറക്ഷൻ ദയർ. നമുക്ക് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ കറക്ഷൻ നമുക്ക് നടത്താം. റൈറ്റിംഗ് അങ്ങനെയല്ല. ഫോമൽ റൈറ്റിംഗ്, എസ്പെഷ്യലി ദ ഫോമൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഔപചാരികമായിരിക്കുന്ന എഴുത്തുകൾ, അക്കാദമിക് റൈറ്റിംഗ് ഒക്കെ ഫോമൽ റൈറ്റിംഗ് ആണ്. ഓക്കെ, ഇതൊന്നും അതുപോലെയല്ല. കാരണം ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുത്തുവാനുള്ള ഒരു ഇടം അവിടെ അല്ലെങ്കിൽ ഒരു ചോയ്സ് അവിടെയില്ല. ദർ ഇസ് നോ ചോയ്സ് അറ്റ് ഓൾ ടു മേക്ക് കറക്ഷൻസ് ദർ. ഓക്കെ, നമുക്കവിടെ അതിന് സബ്മിഷൻ കഴിഞ്ഞു, ഇതാരുടെയോ കയ്യിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ തിരുത്തുവാനുള്ള ഒരു സ്കോപ്പില്ല. തിരുത്തുവാനുള്ള സ്കോപ്പ് ഉള്ളത് എവിടെയാണ്? ജസ്റ്റ് ബിഫോർ ദ സബ്മിഷൻ. നമ്മളിത് സമർപ്പിക്കുന്നതിന് മുന്നേയുള്ള ആ സമയത്താണ് നമുക്കിത്
തിരുത്തുവാനുള്ള ഒരു സമയമുള്ളത്. ഈ തിരുത്തലിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? റിവൈസിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നമ്മളതിനെ തിരുത്തുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എഡിറ്റിംഗ്, അല്ലെങ്കിൽ മറ്റു പേരെന്താണ്? റിവൈസിങ്. ദാറ്റ് ഈസ് കോൾഡ് റിവൈസിങ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് എഡിറ്റിംഗ്, എന്താണ് റിവൈസിങ്? നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. എന്താണ് എഡിറ്റിംഗ് or എന്താണ് റിവൈസിങ്? റിവൈസിങ് or editing is the process by which we analyze our writing to find whether there is any mistake. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അക്കാദമിക് റൈറ്റിങ്ങിനെ അനലൈസ് ചെയ്യുന്നു. ആ അനലൈസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റിവൈസിങ് അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താണ് എഡിറ്റിംഗ്, എന്താണ് റിവൈസിങ്? ഓക്കെ, നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങളെ എടുത്ത് പറയുമ്പോൾ, നമ്മൾ ക്ലാസ്സുകളെ കാണുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യു ഹാവ് ടു നോ വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എന്താണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചേക്കാം. മേ ബി എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്താണ് ചോദിക്കുക ഇതാണ്, റൈറ്റ് എ പാരഗ്രാഫ് about what? Editing or revising of academic writing. അക്കാദമിക് റൈറ്റിങ്ങിനെ കുറിച്ച് ഒരു പാരഗ്രാഫ്, അക്കാദമിക് റൈറ്റിങ്ങിലെ എഡിറ്റിങ്ങിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ചോദിക്കുക, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് we have to follow in editing stage of academic writing. അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ എഡിറ്റിംഗ് സ്റ്റേജിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെ എന്നാണ് ചോദിക്കുക. കാരണം എഡിറ്റിംഗ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. എഡിറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. there we have to give what the most importance in academic writing. അക്കാദമിക് റൈറ്റിംഗ് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്റ്റേജാണിത്. സബ്മിഷന് മുന്നേയുള്ള സ്റ്റേജാണ്. വളരെയധികം പ്രാധാന്യം നമ്മളിവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താണ് എഡിറ്റിംഗ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? റിവൈസിങ് എന്നാണ്. അപ്പോൾ റിവൈസിങ് എന്താണെന്ന് മനസ്സിലായി, എഡിറ്റിംഗ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ റിവൈസിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പരിശോധിക്കാം. ഓരോന്നായിട്ട് ഞാൻ പറയും. ആ സ്റ്റെപ്പുകളാണ് പ്രധാനപ്പെട്ടത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഓക്കെ, ആ സ്റ്റെപ്പുകൾ മാത്രം പഠിച്ചിരുന്നാൽ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പഠിച്ചിരുന്നാൽ, യു ക്യാൻ റൈറ്റ് ദ ആൻസർ ഓഫ് ദാറ്റ് പാരഗ്രാഫ്. ആ പാരഗ്രാഫിൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഷുവർ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ആ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നമ്മൾ ഈ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്ത് പരിശോധിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ പരിശോധിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ കാര്യം, ഓക്കെ, നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ പറയുന്നുണ്ട്, ഓൾ ദ വേർഡ്സ് ഇൻ അക്കാദമിക് റൈറ്റിംഗ് ഷുഡ് ബി സ്യൂട്ടബിൾ. എന്തായിരിക്കണം? അക്കാദമിക് റൈറ്റിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്ന വാക്കുകളൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കണം. സ്യൂട്ടബിൾ അല്ലാത്ത പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്കാദമിക് റൈറ്റിങ്ങിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? വേർഡ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി സ്യൂട്ടബിൾ ആണോ, ഓർ വെദർ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്, അനുയോജ്യമായ പദങ്ങളാണോ നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. എന്താണ്? വി ഹാവ് ടു ചെക്ക് ഓർ അനലൈസ് വെദർ ദ വൊക്കാബുലറീസ് ആർ അപ്രോപ്രിയേറ്റ്. അനുയോജ്യമായ പദങ്ങളാണോ നമ്മൾ ഉപയോഗിച്ചത് എന്ന് ചെക്ക് ചെയ്യണം. എന്താണ് ഈ അനുയോജ്യമായ പദങ്ങൾ എന്ന് പറയുന്നത്? ഓരോ കാര്യങ്ങൾ പറയാനും നമുക്ക് അനുയോജ്യമായ പദങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ അനുയോജ്യമായ പദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മീനിങ് ഒക്കെ കൺവേ ചെയ്യപ്പെടുമായിരിക്കാം. ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നു, ഇംഗ്ലീഷ് പറയാണ്, ഞങ്ങളുടെ ക്ലാസ് ആരംഭിക്കുന്നത് 9 മണിക്കാണ് എന്ന് നമുക്ക് ഇംഗ്ലീഷ് പറയാം. ഓക്കെ, നമ്മളിത് കോമൺ ആയിട്ട് നമ്മൾ പറയുക, അവർ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 9 o'clock എന്ന് പറയും ഇംഗ്ലീഷിൽ. വെരി കോമൺ ഇംഗ്ലീഷിൽ അങ്ങനെ പറയും.
ആരംഭിക്കുക എന്നുള്ളതിന് പകരമായിട്ട് നമ്മൾ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉപയോഗിക്കുന്നു, അങ്ങനെ പറയും നമ്മൾ. പക്ഷെ ഇവിടെ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന STARTS ആണ് പദം. സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന പദം ഇറ്റ് ഈസ് നോട്ട് സോ അപ്രോപ്രിയേറ്റ്. ഇത് സ്യൂട്ടബിൾ അല്ല. ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുക എന്ന് നമ്മൾ പറയേണ്ടത് അതിനെ സ്റ്റാർട്ട്സ് എന്നുള്ളതിനേക്കാളും അനുയോജ്യമായ, അതാണ് പറയുന്നത്, അതിനേക്കാളും അനുയോജ്യമായ അർത്ഥം കൺവേ ചെയ്യപ്പെടും. വായിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാവും, കേൾക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലാവും. പക്ഷെ അതിനേക്കാളും അനുയോജ്യമായ ഒരു പദം അവിടെയുണ്ട്. അത് കമൻസ് എന്ന് പറയുന്ന പദമാണ്. രണ്ടും ഒരേ മീനിങ് ആണ്. COMMENCE എന്ന് പറയുന്നൊരു വേർഡ് ഇംഗ്ലീഷിലുണ്ട്, കമൻസ്. എന്താ അർത്ഥം? ആരംഭിക്കുക എന്നാണ്. സ്റ്റാർട്ട്സ് എന്താണ് അർത്ഥം? ആരംഭിക്കുക തന്നെയാണ്. മീനിങ്ങിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്റ്റാർട്ട്സിനേക്കാളും അനുയോജ്യമായ പദം അവിടെ എന്താണ്? കമൻസ് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അക്കാദമിക് റൈറ്റിങ്ങിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയ പദങ്ങളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതൊക്കെ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സ്റ്റേജിൽ പരിശോധിക്കണം. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചല്ലോ, എന്താണ്? We have to analyze whether the vocabularies are appropriate. വൊക്കാബുലറീസ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആണോ എന്ന് പരിശോധിക്കണം. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പറയുന്നുണ്ട് അക്കാദമിക് റൈറ്റിങ്ങിൽ നെവർ യൂസ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത്. നെവർ യൂസ് വാട്ട്? കൊളോക്കിയൽ ഓർ സ്ലാങ്സ്. കൊളോക്കിയൽ ആയിരിക്കുന്ന, സ്ലാങ്സ് പോലെയുള്ള, സ്ലാങ് ആയിരിക്കുന്ന പദങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കുവാൻ പാടില്ല. ഡോണ്ട് യൂസ് കോൺവെർസേഷണൽ സ്റ്റൈൽ. കോൺവെർസേഷണൽ സ്റ്റൈൽ ഓർ വേർഡ്സ് നമ്മൾ സംസാരത്തിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള, സംസാരിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും പലതരത്തിലുള്ള വാക്കിൻ്റെ പ്രയോഗങ്ങളുണ്ടാവും. നാടൻ ഭാഷകളുണ്ടാവും, നാട്ടുഭാഷകളുണ്ടാവും, നാടൻ വാക്കുകളുണ്ടാവും. ഇത്തരത്തിലുള്ള നാട്ടിൻ പുറങ്ങളിൽ അല്ലെങ്കിൽ നാടൻ ഭാഷകളായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന കൊളോക്കിയൽ, അതാണ് നാടൻ ഭാഷകൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലാങ്ങുകൾ, ചിലയിടങ്ങളിൽ ചില വാക്കുകളെ നമ്മൾ വ്യത്യസ്തമായിട്ട് പറയും. അത്തരത്തിലുള്ള പദങ്ങളൊന്നും അക്കാദമിക് റൈറ്റിംഗ് വി നെവർ ട്രൈ ടു യൂസ്. ഡോണ്ട് യൂസ്, നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ദ അക്കാദമിക് റൈറ്റിങ്ങിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന പദങ്ങൾ ഷുഡ് ബി സ്റ്റാൻഡേർഡ്. എന്തായിരിക്കണം? വളരെ സ്റ്റാൻഡേർഡ് ഉള്ള പദങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ അക്കാദമിക് റൈറ്റിംഗ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എഴുതിയ അക്കാദമിക് റൈറ്റിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ലാങ്സുകൾ, കൊളോക്യൽ യൂസേജുകൾ, നാടൻ പദപ്രയോഗങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? തിരുത്തണം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. എന്ത് ചെയ്യരുത്? സ്ലാങ്ങുകളോ കൊളോക്യൽ യൂസേജുകളോ അതേപോലെ തന്നെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളോ ഒന്നും, നമ്മൾ കൊളോക്കിയലായിട്ടുള്ള അങ്ങനെയുള്ള നാടൻ പ്രയോഗങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്കാദമിക് റൈറ്റിങ്ങിൽ പ്രയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. ഓക്കെ, മൂന്നാമത്തെ കാര്യം, അടുത്ത പോയിന്റാണ്. 2 പോയിന്റ് പഠിച്ചു. ഞാൻ എന്താണോ പറയുന്നത് അപ്പോൾ തന്നെ പഠിച്ചേക്കുക. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നതാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സെന്റൻസുകൾ, the sentences there in academic writing should be in different length and in different styles. എന്താണ്? നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്ന സെന്റൻസുകൾ വ്യത്യസ്തമായ ലെങ്തിലുള്ളതായിരിക്കണം. എല്ലാം ഒരേ മാതിരിയാകരുത്. ഡിഫറെൻ്റ് സ്റ്റൈലായിരിക്കണം. എഴുതുന്ന സെന്റൻസുകളൊക്കെ ഒരേ മാതിരിയുള്ള, ഒരേ ലെങ്തോട് കൂടിയത് ആയിരിക്കാൻ പാടില്ല. അതാണ്. ഓക്കെ, ഡിഫറെൻ്റ് സ്റ്റൈലിലായിരിക്കണം, ഡിഫറെൻ്റ് ലെങ്തിലായിരിക്കണം. അപ്പോൾ നമ്മൾ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന അക്കാദമിക് റൈറ്റിംഗ് വ്യത്യസ്തമായ ലെങ്തിലോ അല്ലേ, വ്യത്യസ്തമായ ലെങ്തിലല്ല എങ്കിൽ ഒരേ ലെങ്തിലാണ് അല്ലേ, ഒരേ സ്റ്റൈലിലാണ് അതിലുള്ള സെന്റൻസുകളൊക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ തിരുത്തണം, മാറ്റി എഴുതണം, എന്നിട്ടേ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? The sentences should be in different length and be in different styles.
വ്യത്യസ്തമായ സ്റ്റൈലിലായിരിക്കണം, വ്യത്യസ്തമായ ലെങ്തിൽ ഉള്ളതായിരിക്കണം സെൻറ്റൻസ്. ഓക്കെ, ഫോർത്ത് പോയിന്റ്. എഡിറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ പോയിന്റാണ് പറയുന്നത്, ഫോർത്ത് പോയിന്റ്. ഓക്കെ, എന്താണ് ഫോർത്ത് പോയിന്റ്? വി ഹാവ് ടു അവോയ്ഡ് unnecessary statements or unnecessary words. അനാവശ്യമായിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചിലപ്പോൾ അനാവശ്യമായ പദങ്ങളുണ്ടാവും, അൺനെസസറി വേർഡ്സ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിനും അധികമായിട്ടുള്ള പദങ്ങളൊക്കെ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും. അക്കാദമിക് റൈറ്റിംഗിൽ അല്ലെങ്കിൽ ഫോർമൽ റൈറ്റിംഗിൽ വി ഹാവ് ടു യൂസ് ഓൺലി ദ വേർഡ്സ് വിച്ച് വി നീഡ്. നമുക്ക് ആവശ്യമുള്ളതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡോണ്ട് യൂസ് ദ അൺനെസസറി വേർഡ്സ്. അനാവശ്യമായ പദങ്ങൾ നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ദിസ് ദ പോയിന്റ്. അനാവശ്യമായ പദങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഒരേ അർത്ഥമുള്ള പദങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും, ആവർത്തിച്ച് വരും. ഈ ആവർത്തിച്ച് വരുന്ന പദങ്ങൾ അവിടെ ആവശ്യമില്ല. കാരണം ഒരേ അർത്ഥം വരുന്ന 2 പദങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ അത് അനാവശ്യമാണ്, അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു കളയണം, അവോയ്ഡ് ചെയ്യണം. ഓക്കെ, ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ചെറിയ ഉദാഹരണം പറയാം. അപ്പോൾ അതിൽ അനാവശ്യമായ പദങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. ഹി റിപ്പീറ്റ്സ് ദ മിസ്റ്റേക്സ് അഗെയിൻ. ഇതിൽ അനാവശ്യമായ ഒരു പദമുണ്ട്. എന്താണ് പറഞ്ഞത്? ഹി റിപ്പീറ്റ്സ് ദ മിസ്റ്റേക്സ് അഗെയിൻ. എന്താണ് അതിൽ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം വീണ്ടും ചെയ്യുക എന്നാണ്. ഓക്കെ, ഈ എഗെയിൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥവും വീണ്ടും എന്നാണ്, വീണ്ടും. അപ്പൊ ഈ റിപ്പീറ്റ്സ് എന്ന് പറയുന്ന ഇടത്ത് നമ്മൾ അനാവശ്യമായിട്ട് എഗെയിൻ എന്ന ഒരു പദം അവിടെ പിന്നെയും കൊണ്ടുപോയിട്ട് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ദാറ്റ് ഈസ് അൺനെസസറി, സംതിങ് അൺനെസസറി. സോ ദിസ് സെന്റൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ആസ് ഹി റിപ്പീറ്റ്സ് ദ മിസ്റ്റേക്സ്. ദാറ്റ്സ് ഓൾ. There is no need for the using of the word again. അവിടെ നമ്മൾ again എന്ന് പറയുന്ന പദം വീണ്ടും കൊണ്ടുപോയിട്ട് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതേ അർത്ഥം വരുന്ന മറ്റൊരു പദമാണ് റിപ്പീറ്റ്. റിപ്പീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരുടെ ആവശ്യമില്ല? എഗെയിനിന്റെ ആവശ്യമില്ലല്ലോ. ഇതിനെയാണ് അൺനെസസറി വേർഡ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള പദങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാമല്ലോ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ദ ടെൻസ് ആണ്. നമ്മൾ എഴുതുമ്പോൾ ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പലപ്പോഴും നമ്മൾ വ്യത്യസ്തമായ ടെൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ എഴുതി കളയും. ഇത് പ്രസന്റ് ആണ്. ടെൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണമെന്നാണ് നിയമം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോ മറ്റോ ആണെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വി ഹാവ് ടു യൂസ് ദ പ്രസന്റ് ടെൻസ്. ഈ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ടെൻസ് യൂസ് ചെയ്യാൻ. ഓക്കെ, ദ ടേം ഈസ് കോൾഡ് വാട്ട്? ദ മെയിൻറ്റെയിനിങ് ഓഫ് ടെൻസ്. ഇതിനെയാണ് നമ്മൾ മെയിൻറ്റെയിനിങ് ഓഫ് ടെൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ ഫോളോ ചെയ്യേണ്ടതാണ്. നമ്മൾ എന്താണോ പറയുന്നത് അതിന് അനുസൃതമായിട്ട് വി ഹാവ് ടു യൂസ് ദ ടെൻസ്. ഓക്കെ, എല്ലാം കൂടെ ഇടകലർത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഇതാണ് മെയിൻറ്റെയിനിങ് ഓഫ് ടെൻസ്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. എന്താണ് അടുത്ത പോയിന്റ്? നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് യൂസ് പാരലലിസം. പാരലലിസം കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. പാരലലിസം എന്ന് പറയുന്നത് നമ്മൾ എഴുത്തിൽ പാലിക്കേണ്ട ഒരു ഗ്രമാറ്റിക്കൽ ആയിരിക്കുന്ന ഒരു റൂളാണ്. ഓക്കെ, അത് മലയാളത്തിൽ നമ്മൾ അതിനെ എടുത്ത് പറയുകയാണെങ്കിൽ സെന്റൻസുകളിൽ പ്രയോഗിക്കുന്ന പദങ്ങൾ തമ്മിൽ ഒരു പൊരുത്തമുണ്ടാകണം. ദാറ്റ് ഈസ് കോൾഡ് പാരലലിസം.
ഉപയോഗപ്പെടുത്തുന്ന പദങ്ങളുടെ സ്ട്രക്ചറുകൾ തമ്മിൽ ഒരു പൊരുത്തമുണ്ടാകണം. ഒരു യൂണിറ്റി ഷുഡ് ബി ദയർ. ദാറ്റ് ഈസ് പാരലലിസം. അതാണ് പാരലലിസം. ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്താണ് പാരലലിസം എന്ന് ഈ പറയുന്ന ഉദാഹരണത്തിലൂടെ യു ഹാവ് ടു നോ. ഈ സെന്റൻസ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് ശ്രദ്ധിക്കുക. ഹി ലൈക്സ് ടീച്ചിങ് ഗ്രാമർ, റീഡിങ് ബുക്സ് ആൻഡ് പ്ലേ ഫുട്ബോൾ. ഈ സെന്റൻസ് നോട്ട് പാരലൽ. ഇത് പാരലൽ അല്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് നോൺ പാരലൽ ആയത്? ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ പറയാം. ഹി ലൈക്സ് ടീച്ചിങ് ഗ്രാമർ, റീഡിങ് ബുക്സ് ആൻഡ് എന്നിട്ട് തൊട്ടടുത്ത ഇത് കഴിഞ്ഞിട്ട് ആൻഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പദം നോക്കുക നിങ്ങൾ. പ്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവിടെയാണ് അത് നോൺ പാരലൽ ആകുന്നത്. ഒരിടത്ത് ടീച്ചിങ് പറഞ്ഞു, ഒരിടത്ത് റീഡിങ് പറഞ്ഞു, തൊട്ടടുത്ത പദം പ്ലേ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയേണ്ടത്? ടീച്ചിങ്, പിന്നെന്ത് പറയണം? പറഞ്ഞു റീഡിങ്, പിന്നെ എന്താ പറയേണ്ടത്? പ്ലേ എന്ന് പറയരുത്. എന്താ വേണ്ടത്? പ്ലേയിങ് എന്ന് പറയണം. അപ്പോൾ അത് പാരലലായി. ഓക്കെ, ടീച്ചിങ്, റീഡിങ്, പ്ലേയിങ്. ടീച്ചിങ് ഗ്രാമർ, റീഡിങ് ബുക്സ് ആൻഡ് പ്ലേയിങ് ഫുട്ബോൾ. അപ്പോൾ അത് പാരലലായി. അപ്പോൾ ഇങ്ങനെയുള്ള നോൺ പാരലൽ ആയിരിക്കുന്ന സെന്റൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റണം. പാരലൽ ആയിരിക്കുന്ന സെന്റൻസുകളെ പ്രയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് അടുത്ത പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. എന്താണ് ഇനിയുള്ള എഡിറ്റിംഗ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നാണ്. ഓക്കെ, പറയുന്നുണ്ട് അക്കാദമിക് റൈറ്റിങ്ങിൽ ഈ ഫ്രേസൽ വേർബുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഫ്രേസൽ വേർബുകൾ അല്ലെങ്കിൽ വീക്ക് ആയിരിക്കുന്ന വേർബുകൾ, ദുർബലമായ പദങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ഹാവ് ടു യൂസ് സ്ട്രോങ് വേർബ്സ്. വളരെ ശക്തമായ പദങ്ങൾ, വെർബുകൾ വേണം ഉപയോഗപ്പെടുത്താൻ. ഫ്രേസൽ വേർബുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഫ്രേസൽ വേർബ് അറിയാമല്ലോ. ഇപ്പോൾ പുട്ട് ഓൺ അല്ലേ, ഗോ ഓൺ, പുട്ട് ഓഫ് അല്ലേ, അതൊക്കെ എന്താണ്? ഫ്രേസൽ വേർബുകളാണ്. ഇത്തരത്തിലുള്ള വേർബുകൾ നമ്മൾ അക്കാദമിക് റൈറ്റിങ്ങിൽ പാടില്ല. പകരം അതിന് പകരമായിട്ട് അതേ അർത്ഥം വരുന്ന, ഉദാഹരണമാണെങ്കിൽ ഗോ ഓൺ എന്ന് പറയുന്നതിന് പകരമായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്ട്രോങ് വേർബ് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അതായത് ഗോ ഓൺ എന്നുള്ളത് എന്താണ്? ഒരു ഫ്രേസൽ വേർബാണ്. അത് പാടില്ല. പകരം അതിൻ്റെ അതേ അർത്ഥം വരുന്ന, അതിൻ്റെ മീനിങ് എന്താണ്? കണ്ടിന്യൂ ആണ്. അത് ഉപയോഗപ്പെടുത്തുക. ദാറ്റ്സ് കറക്റ്റ്. ക്ലിയർ ആയില്ലേ? ഇതാണ് ഫ്രേസൽ വേർബുകൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? സ്ട്രോങ് വേർബുകൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ വീക്ക് വേർബുകൾ, ദുർബലമായ പദങ്ങളെ മാറ്റിയിട്ട് സ്ട്രോങ് വേർബ്സ് വി ഹാവ് ടു യൂസ് ഇൻ അക്കാദമിക് റൈറ്റിംഗ്. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന എല്ലാ പോയിന്റുകളും, റിവൈസിങ്ങുമായി ബന്ധപ്പെട്ട, എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും ഓർത്തു വെക്കുക. ഇത്രയുമാണ് അക്കാദമിക് റൈറ്റിങ്ങിൻ്റെ എഡിറ്റിംഗ് അല്ലെങ്കിൽ റിവൈസിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ. ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു അക്കാദമിക് റൈറ്റിംഗ് നമ്മൾ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.